ഹലോ ഫ്രണ്ട്സ്, ഒരു വിദേശ ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ആദ്യ മലയാള സിനിമ ഏതായിരിക്കും? പലരുടെയും ഉത്തരം അത് ദൃശ്യം എന്നായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല. ഇനി ഇതുപോലെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമ ഫാക്റ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഏതാണ് ആ സിനിമ എന്ന് നമുക്ക് നോക്കാം. 1986 ഇറങ്ങിയിട്ടുള്ള പൂവിന് പുതിയ പൂന്തന്നൽ എന്ന് പറയുന്ന ഫാസിൽ ചിത്രമായിരുന്നു അത്. മമ്മൂട്ടിയായിരുന്നു ഈ സിനിമയിലെ നായകൻ. നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നാദിയ മൊയ്തു ആണ്. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയാണ് ഈ സിനിമയുടെ വില്ലൻ. അത് മാത്രമല്ല, ഈ സിനിമയുടെ മൊഴിമാറ്റം അല്ല, ഈ സിനിമയുടെ റീമേക്കിന്റെ 5 വേർഷനിലും വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്, മറ്റൊരു വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ബാബു ആന്റണിയാണ്. അത് ഈ സിനിമയുടെ റീമേക്കിന്റെ ഒരു പ്രത്യേകതയാണ്. തമിഴിലാകട്ടെ, ഹിന്ദിയിലാകട്ടെ, തെലുങ്കിലാകട്ടെ, കന്നഡയിലാകട്ടെ, ഈ എല്ലാ ഭാഷയിലും പോയിട്ട് ഇന്ത്യൻ ഭാഷകളിലുള്ള റീമേക്കിലെല്ലാം വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് ബാബു ആന്റണിയാണ്. ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ട വിദേശ ഭാഷ ഏതാണെന്നല്ലേ? നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിലെ സിംഹള ഭാഷയിലാണ് ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വട ഭരിണം വേടക് നേഹ എന്ന പേരിലാണ് സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടത്. ലാൽ വീരസിംഗയായിരുന്നു സിനിമയിലെ നായകൻ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റേതൊക്കെ ഇന്ത്യൻ ഭാഷകളിലാണ് ഇത് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ പേരുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തമിഴിലാണെന്ന് ഉണ്ടെങ്കിൽ പൂവിഴി വാസലെ എന്ന പേരിലാണ് റീമേക്ക് ചെയ്യപ്പെട്ടത്. സത്യരാജായിരുന്നു മമ്മൂട്ടിയുടെ കഥാപാത്രം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയും മെയിൻ വില്ലൻ സുരേഷ് ഗോപിക്ക് പകരമുള്ള മെയിൻ വില്ലനായിട്ട് വന്നിട്ടുള്ളത് രഘുവരനായിരുന്നു. ബാബു ആന്റണി ഇവിടെയും അഭിനയിച്ചു. പസിവാടി പ്രാണം എന്ന പേരിലായിരുന്നു തെലുങ്കിലേക്ക് സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടത്. അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ടായിരുന്ന ചിരഞ്ജീവിയായിരുന്നു സിനിമയിലെ നായക കഥാപാത്രത്തിനെ അവതരിപ്പിച്ചത്. വിജയശാന്തിയായിരുന്നു നായിക. രഘുവരൻ തന്നെയായിരുന്നു ഇവിടെയും വില്ലൻ. കൂടാതെ ബാബു ആന്റണി അവിടെ സബ് വില്ലനായിട്ട് ഉണ്ട്. ഇനി അത് കൂടാതെ കന്നഡയിലേക്ക് റീമേക്ക് ചെയ്ത സമയത്ത് ആപാനന്ദവ എന്ന പേരിലാണ് റീമേക്ക് ചെയ്ത്. അംബരീഷ് ആയിരുന്നു മമ്മൂട്ടിയുടെ കഥാപാത്രത്തിനെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അംബികയായിരുന്നു നായിക കഥാപാത്രത്തിനെ അവതരിപ്പിച്ചത്. 1988 ഗോവിന്ദയെ നായകനാക്കി ഹത്യ എന്ന പേരിൽ ഹിന്ദിയിലേക്കും ഈ സിനിമ റീമേക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ബാബു ആന്റണിയെ കാണാം. നീലം കോത്താരിയായിരുന്നു സിനിമയിലെ നായിക കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ബംഗാളി ഭാഷയിലേക്ക് കൂതി പുരുൺ എന്ന പേരിലും സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ഇത്രയും 5 ഇന്ത്യൻ ഭാഷകൾ പോരാതെയാണ് 6ാമതായിട്ട് സിംഹള ഭാഷയിലേക്കും സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് റെക്കോർഡുകൾ ഉള്ള ഒരു സിനിമ കൂടിയാണ് പൂവിന് പുതിയ പൂന്തന്നൽ. ആദ്യമായിട്ട് ഒരു മലയാള സിനിമ ഒരു വിദേശ ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടത് കൂടാതെ ഒരു ഇന്ത്യൻ സിനിമ തന്നെ ഏറ്റവും 2ാമതായിട്ട് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്നതും മറ്റൊരു വിദേശ ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്നതും എല്ലാം പൂവിന് പുതിയ പൂന്തന്നലാണ്. ഇനി ഏതാണ് ആ ആദ്യ സിനിമ ആദ്യമായിട്ട് ഒരു വിദേശ ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടത്? കമൻറ്റ് ചെയ്യൂ.